അല്ലെങ്കിൽ ക്വിസാറ്റിൻ്റെ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നിലവിൽ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നും നാളെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ kusaat.ac.in എന്നുള്ള വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. 1000 രൂപയാണ് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. SC/ST സ്റ്റുഡൻസിന് ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് എല്ലാ സ്റ്റുഡൻസിനും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അതായത് കുസാറ്റിൻ്റെ കാറ്റ് എക്സാം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ഔട്ട്സൈഡ് വന്നിട്ട് ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതല്ല. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ കൗൺസിലിംഗ് ഷെഡ്യൂൾ ഉൾപ്പെടെ. അപ്പോൾ ഇത് റാങ്ക് ലിസ്റ്റ് എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ വെച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടായിരിക്കും. കാരണം ഓൾറെഡി ഫസ്റ്റും സെക്കൻഡും തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ട് വരുന്ന വേക്കൻറ്റ് സീറ്റുകളിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പം ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് കാണും, അതേപോലെ കൗൺസിലിംഗ് ഷെഡ്യൂൾ കാണും, എവിടെയാണ് നിങ്ങൾ വരേണ്ടത്, അതിൻ്റെ ടൈം പീരീഡൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പോകണം. അപ്പോൾ നോർമലി നടക്കാറുള്ളത് കുസാറ്റിൻ്റെ സെമിനാർ കോംപ്ലക്സിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ സെമിനാർ കോംപ്ലക്സ് വെച്ചിട്ടാണ്. അപ്പോൾ കുസാറ്റിൻ്റെ സെമിനാർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിലേക്ക് വരുമ്പോൾ ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കുസാറ്റ് ലൈബ്രറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുസാറ്റ് കഫേക്ക് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് നടക്കാറുള്ളത്. ഞാൻ എൻ്റെ അഡ്മിഷൻ പോയ സമയത്ത്, എംടെക്കിന് അഡ്മിഷൻ പോയ സമയത്ത് അവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോയത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ സെമിനാർ കോംപ്ലക്സിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോകുന്ന സമയത്ത് ഇത് നോക്കിയിട്ട് തന്നെ പോവുക, എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ സെമിനാർ കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ SOE സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിനുള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പം എംടെക്കിൻ്റെയൊക്കെ സ്പോട്ട് അവിടെ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനൊരു ടൈം പീരീഡ് കാണും. നോർമലി ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ 9:30 to 10:30 ആണ് ഞങ്ങൾക്ക് എംടെക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ 9 to 10 ആകാം. അതിലേത് സമയമാണ് പറയുന്നത് അപ്പം തന്നെ ചെല്ലണം. ലേറ്റ് ആകാൻ പാടില്ല. ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്തില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യും, നമുക്ക് ഫർദർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫിസിക്കലി വരുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഒരു റാങ്ക് കാണുമല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അപ്പം ആളുടെ റാങ്ക് 4000 ആണ്. അപ്പോൾ ആൾ നോക്കുന്നത് CSE എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചാണ്. അവിടെ ഒരു സീറ്റ് വേക്കൻ്റ് ആണ്. ആളുടെ ഫ്രണ്ടിലുള്ളത് ഒരു 3000 റാങ്കുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആ 3000 റാങ്കുള്ള വിദ്യാർത്ഥിക്കായിരിക്കും ആ ഒരു സീറ്റ് പോകുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ അവിടെ ഫിസിക്കലി വരുന്ന വിദ്യാർത്ഥികളുടെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. പിന്നെ കൂടുതലും ലക്കാണ്. കാരണം അപ്പം നമ്മുടെയൊക്കെ കുറച്ച് ഫ്രണ്ട്സ് സ്പോട്ടിലൊക്കെ എംടെക്കിന് പോയപ്പോൾ തന്നെയും ഈ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പം ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ 2 സീറ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ സീറ്റുകൾ നമുക്ക് ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ പോകും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ 2 പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ജനറൽ സീറ്റ് ആണെങ്കിൽ തന്നെ ഒരെണ്ണമായിരിക്കും. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ വരാം, ഫിസിക്കലി അന്ന് വന്ന് പ്രസൻ്റ് ആവുകയും നമ്മുടെ സീറ്റ് നഷ്ടപ്പെടാനൊക്കെയുള്ള ചാൻസ് തന്നെ ലക്ക് ഭയങ്കര മാറ്ററാണ്. പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കണം, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അതാണ് റിയൽ ടൈം അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഫീസും കരുതുക.